തെക്കേ അമേരിക്കയിൽ പടർന്നു കിടക്കുന്ന മഴക്കാട്, അത് ഭൂമിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. ആമസോൺ മഴക്കാട് ഭൂമിയിലെ ആകെമൊത്തം ഓക്സിജന്റെ ഏതാണ്ട് 9% വരെ നൽകുന്നത് ആമസോൺ മഴക്കാടാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യങ്ങളുള്ള മഴക്കാടും ആമസോൺ മഴക്കാട് തന്നെ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യത്യസ്തവും രസകരവുമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5.5 ദശലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ് ആമസോൺ മഴക്കാടുകളുടെ വിസ്തൃതി. 9 രാജ്യങ്ങളിലായാണ് ഇവ വ്യാപിച്ചു കിടക്കുന്നത്. 60% ബ്രസീലിലാണ്. അപകടകാരികളായ നിരവധി പക്ഷി മൃഗാദികളുടെ ആവാസ വ്യവസ്ഥയാണിവിടെ. 10 മനുഷ്യന് വരെ കൊല്ലാൻ സാധിക്കുന്ന തവളകൾ, ഏറ്റവും വലിയ പാമ്പായ ഗ്രീൻ അനക്കോണ്ട, ഉഗ്രവിഷമുള്ള ചിലന്തികൾ, ഇലക്ട്രിക് ഈലുകൾ, പിരാന മത്സ്യങ്ങൾ, വിഷമുള്ള ഉറുമ്പുകൾ, അങ്ങനെ അനേകം അതിശയിപ്പിക്കുന്ന ജന്തുക്കളുടെ ലോകമാണ് ആമസോൺ മഴക്കാടുകൾ. ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ നദിയായ ആമസോൺ നദി ഈ മഴക്കാടിനെ ചുറ്റിപ്പറ്റിയാണ് കിടക്കുന്നത്. ആമസോൺ തീരത്തെ മണ്ണുകൾ കൃഷിക്ക് അനുയോജ്യമല്ലാത്തവയാണ്. എന്നാലും അതിശയകരമായി ആമസോൺ മഴക്കാടുകൾ അവിടെ സമർത്ഥമായി വളരുന്നു. വിക്ടോറിയ ആമസോണിക്ക എന്ന പേരുള്ള ഒരു തരം വലിയ താമര പോലത്തെ സസ്യം അവിടെയുണ്ട്. അതിൻ്റെ ഇലകൾ വളരെ വലുതാണ്. ഒരു മനുഷ്യന്റെ ഭാരം വരെ താങ്ങുവാൻ അവയ്ക്ക് കഴിയും. പക്ഷികളെ പോലും ഭക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിലന്തിയാണ് ഗോലിയാത്ത് ബേർഡ് ഈറ്റർ. ആമസോൺ നദിയെ കൂടാതെ എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു നദിയുണ്ട് ആമസോൺ വനത്തിൽ. ദ ബോയിലിംഗ് റിവർ എന്നാണ് അതിൻ്റെ പേര്. അതെ, എപ്പോഴും തിളച്ചുകൊണ്ട് നീരാവിയുമായി ഒഴുകുന്ന ഈ നദിയിലെ താപനില ഏകദേശം 93°C വരെ പോകാറുണ്ട്. ഇവിടെ ധാരാളം ഗോത്രവർഗ്ഗക്കാർ താമസിക്കാറുണ്ട്. പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇവർക്ക് അവരുടെ തന്നെ ഭാഷയും സംസ്കാരവും ഒക്കെയുണ്ട്. ആമസോൺ കാടുകളിലെ ഏറ്റവും വലിയ വൃക്ഷമാണ് കപ്പോക്ക് ട്രീ. മറ്റു വൃക്ഷങ്ങളെക്കാൾ 200 അടി ഉയരത്തിൽ ഇവ വളരാറുണ്ട്. സൂര്യപ്രകാശത്തിന്റെ 1% മാത്രമേ ഇടതൂർന്ന ഈ ആമസോൺ വനത്തിന്റെ നിലത്ത് പതിയുള്ളൂ. ഇവിടെ മഴ പെയ്താലോ 10 മിനിറ്റ് വരെ എടുക്കും മഴത്തുള്ളികൾ തറയിൽ പതിക്കാൻ. ആമസോൺ കാടുകളിലെ ഒരു തരത്തിലുള്ള ഉറുമ്പിന് കടിയേറ്റാൽ 24 മണിക്കൂർ നേരം വരെ അതിന്റെ വേദന കാണും. അവയെ ബുള്ളറ്റ് ആന്റ് എന്ന് പറയുന്നു. അവരുടെ കടിക്കുണ്ടാകുന്ന വേദന ഒരുപക്ഷെ ഒരു ബുള്ളറ്റ് തളയ്ക്കുന്നതിനോട് ഉപമിക്കാൻ കഴിയുമായിരിക്കും. അത് കാരണമാകാം അവർക്ക് ബുള്ളറ്റ് ആന്റ് എന്ന് പേര് വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫേഷ്യ ഇവിടെ കാണാറുണ്ട്. ശവപുഷ്പം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാരണം ഇവ വിരിഞ്ഞു കഴിഞ്ഞാൽ ശവം ചീഞ്ഞതുപോലെയുള്ള ദുർഗന്ധമാണ് വരുന്നത്. അതുകൂടാതെ ഗ്ലാസ് ഫ്രോഗുകൾ എന്നറിയപ്പെടുന്ന തവളകൾ, പിങ്ക് ഡോൾഫിനുകളുമെല്ലാം ആമസോണിന്റെ ജൈവ വൈവിധ്യത്തിന് മാറ്റുകൂട്ടുന്നു. ആമസോൺ കാടുകളും അവിടുത്തെ ജൈവ വൈവിധ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വേറൊരു ടോപ്പിക്കുമായി ഇന്നൊരു ദിവസം കാണാം. ബൈ ബൈ.